വിശ്വാസികളായിട്ടുള്ളതായ ആൾമാരെ കുറിച്ചിട്ട്, അതേപോലെ വിശ്വാസിനികളായിട്ടുള്ളതായ സഹോദരിമാരെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ സ്വഭാവ ഗുണ ക്വാളിറ്റി വിവരിക്കരെടുത്ത് പ്രത്യേകമായിട്ട് ചെന്ന വിശേഷിക്കര് മരണാനന്തര ഉള്ളതായ പാരത്രികമായിട്ടുള്ളതായ ശാശ്വതമായിട്ടുള്ളതായ ലോകത്തുക്ക്, ആ ജീവിതത്തുക്ക് അങ്ങ് ദുനിയാവുലു ഏറെ പ്രാമുഖ്യത്തെ കൊടുക്കുറാർ. ഏറെ പ്രാമുഖ്യത്തെ കൊടുക്കുന്നത് പരലോകത്തുക്ക് എത്തിക്കറ്. അത് സത്യവിശ്വാസികളായിട്ടുള്ളതായ ആൾമാരെ വലിയ ഒരു സ്വഭാവമായിട്ട് എത്തിക്കറ് അല്ലാഹു ഖുർആനിൽ ഉണർത്തുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ടുന്നതും അതെത്തിക്കർ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ മഹാന്മാരായ പ്രവാചകന്മാർ, റസൂലുമാർ, അല്ലാഹു ഇഷ്ടപ്പെട്ടതായ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ അങ്ങനെ പ്രാർത്ഥന ധാരാളമായിട്ട് അല്ലാഹു തആല ചെന്നറ. രണ്ടാമത്തെ അധ്യായ സൂറത്ത് ബഖറയിൽ നോക്കിയെങ്കിലും, മൂന്നാമത്തെ അധ്യായ സൂറത്ത് ആലി ഇമ്രാനിൽ നോക്കിയെങ്കിലും, ഏഴാമത്തെ അധ്യായ സൂറത്ത് അറാഫ് നോക്കിയെങ്കിലും, എട്ടാമത്തെ അധ്യായ സൂറത്ത് അംഫാൽ നോക്കിയെങ്കിലും, അതേപോലെ 10ാമത്തെ അധ്യായ സൂറത്ത് യൂനുസ് നോക്കിയെങ്കിലും, 11ാമത്തെ അധ്യായ സൂറത്ത് ഹൂദ് നോക്കിയെങ്കിലും, 12ാമത്തെ അധ്യായ സൂറത്ത് യൂസുഫ് നോക്കിയെങ്കിലും, 25ാമത്തെ അധ്യായ സൂറത്തുൽ ഫുർഖാൻ നോക്കിയെങ്കിലും, 14ാമത്തെ അധ്യായ സൂറത്ത് ആലി ഇമ്രാൻ, സൂറത്ത് ഇബ്രാഹിം നോക്കിയെങ്കിലും, അതേപോലെ വിശുദ്ധ ഖുർആൻ ധാരാളമായി 18ാമത്തെ അധ്യായ സൂറത്ത് കഹ്ഫ് നോക്കിയെങ്കിൽ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായിട്ടുള്ളതായ ആൾമാരെ പ്രാർത്ഥന അല്ലാഹു തആല വിശദീകരിക്കുന്നത് പരലോകത്തിലെ വിഷയത്തിൽ യാരെ നെനപ്പാക്കിയിട്ടുള്ളതായ പ്രാർത്ഥന എത്തിക്കരുത് ചെന്നെങ്കിൽ പരലോകത്ത് അങ്ങ യാരെ പ്രാമുഖ്യത്തെ അങ്ങ് കൊടുത്തോണ്ടിന്നാർ നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ 71ാമത്തെ അധ്യായ സൂറത്ത് നാസിയാത്ത് അതിലെ 35 പിന്നുള്ള ആയത്ത് നിങ്ങൾ നോക്കൂ. പരലോകത്തില് ചില മനുഷ്യന്മാരെ അവസ്ഥ അല്ലാഹു തആല വിശദീകരിക്കുന്നത്. യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ, അണ്ടത്തെ നാള് പരലോക യൗമുൽ ഹിസാബ്, ഹിസാബിന്റെ നാള് മനുഷ്യന്മാര് അങ്ങ് പ്രവർത്തിച്ചതിനെ കുറിച്ചിട്ട് ദുനിയാവിലു ജീവിച്ചതായ കാലത്തോളം അങ്ങ് ആക്കിയതായ പ്രവർത്തിനെ കുറിച്ചിട്ട് കർമ്മത്തിനെ കുറിച്ചിട്ട് അങ്ങ് എന്താക്കുറാറ് നെനപ്പാക്കുറാർ. ആ നെനപ്പാക്കുന്നതായ ഒരു നാളയച്ചിക്കറ് അണ്ട് ഭയാനകമായിട്ടുള്ളതായ നരകത്തിരെ അങ്ങനെ കണ്ണിരെ എതിർല് കൊണ്ടുബണ്ടതായ നാളയച്ചിക്കറത്. നരകത്തിരെ അങ്ങനെ കണ്ണിരെ എതിർല് കൊണ്ടുബണ്ടതായ നാളയച്ചിക്കറ്. ആ സന്ദർഭത്തിൽ അല്ലാഹു തആല ചെല്ലുന്നത് ഇസാബുര നാല് ഫഅമ്മാമൻ തഗാ, ഏതൊർത്ത അതിരിപുട്ടാണ്, അഹങ്കാരത്തിലുള്ളാണ്, അല്ലാഹുര മറന്നാണ്, പരലോകത്തിനെ കാട്ടി ആരെ പ്രാമുഖ്യത്തെ ഈ ഐഹികമായിട്ടുള്ള ഈ താത്കാലികമായിട്ടുള്ളതായ ദുനിയാവുരെ ഈ ജീവിതത്തിൽ അവന് കൊടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു തആല ചെല്ലുന്നത്
അതേപോലെ വആസറൽ ഹയാത്തദ് ദുനിയ, ഐഹികമായിട്ടുള്ളതായ ഈ ദുനിയാവുരെ ജീവിതത്തിക്ക് പ്രാമുഖ്യത്തെ അവന് കൊടുത്തെങ്കിൽ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവാ. അല്ലാഹു തആല ചൊല്ലുന്നത് ഫഇന്നൽ ജഹീമ, തീർച്ചയായിട്ടും അതിഭയാനകമായിട്ടുള്ളതായ കത്തിജ്വലിക്കുന്നതായ നരക ഹിയൽ മഅവാ, അങ്ങനെ പാർപ്പിടയിച്ചിക്കരുത്, അങ്ങനെ വാസസ്ഥലയിച്ചിക്കരുത്. എന്നിട്ട് അല്ലാഹു തആല ചൊല്ലുക അതിലെ പിന്നെ ഉള്ളതായ ആയത്തിൽ 71 അധ്യായ സൂറത്ത് നാസിയാത്തിലെ 40 പിന്നെ ഉള്ള ആയത്തിൽ അല്ലാഹു തആല ചൊല്ലുന്നത് നോക്കൂ. അതേപോലെ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഅൻ നഫ്സ അനിൽ ഹവാ, ഏതൊരാളും വഅമ്മാമൻ, ഏതൊരുത്ത ഖാഫ മഖാമ റബ്ബിഹി, പരലോകത്തില് ഹിസാബുര നേരത്ത് അല്ലാഹുരെ കോർട്ടുളു അല്ലാഹുരെ മുന്നോളു നിക്കുക അവന് പേടിച്ചാണ, ഭയപ്പെട്ടാണ ചെന്നെങ്കിൽ ദുനിയാവില് ജീവിക്കുന്നതായ കാലത്തോളം നാളെ പരലോക ഉണ്ടു, അത് ശാശ്വതമായിട്ടുള്ളതായ ലോകമായി ചിക്കർ. നിന്റെ മരണത്തിന് പിന്നെ നാണ് പരലോകത്തിന് പ്രഥമ സ്റ്റെപ്പ് കയറ്റിക്കർ യാത്ര തിരിക്കരുത്. ബർസഖിയായ ജീവന ഉണ്ടു, ഖബർ ജീവന ഉണ്ടു, അത് ഭയാനകമായി ചിക്കര്. അതിന് പിന്നെ ഉള്ളത് ആഖിറത്തിലെ ലാസ്റ്റത്തെ സ്റ്റേജ് എത്തിക്കര്, അത് ശാശ്വതമായി ചിക്കര്, നശിക്കാത്തതായ ലോകമായി ചിക്കര്. അതിന്റെ വിഷയത്തില് ജീവിതത്തില് ഹയാത്ത് കാലത്തില് അവന് പേടിച്ചാണ്. നാളെ നിന്റെ റബ്ബിന്റെ മുന്നിൽ നിക്കുകൊണ്ടു ഹിസാബുണ്ടു, ക്ലിപ്തമായിട്ടുള്ളതായ ഹിസാബുണ്ടു. ആ ഹിസാബുക്ക് ഉത്തര കൊടുക്കാമാറ് നക്ക് നാളെ പരലോകത്ത് നിന്റെ കാൽപാദത്തിന് ഒരു സ്റ്റെപ്പ് പോലും നക്ക് മുന്നിൽ വെക്കുക സാധ്യമല്ല. ചെല്ലതായ ഭയഭീതിയിൽ ദുനിയാവിൽ അവന് ജീവിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ വനഅൻ നഫ്സ അനിൽ ഹവാ, ദുനിയാവുരെ ദേഹ ഇച്ഛകൾ അവന്റെ സ്വന്തം ശരീരം ചെന്നതുപോലെ അനുസരിക്കാതെ ദുനിയാവുരെ ഈ താത്കാലികമായിട്ടുള്ളതായ ജീവനത്തിക്ക് വേണായിട്ട് സുഖത്തിക്ക് വേണായിട്ട് പരലോകത്തിനെ മറക്കാതെ ദീനരെ പണയ വെക്കാതെ അല്ലാഹുരെ മുന്നിൽ നിൽക്കൊന്നു ചെല്ലതായ പേടി അവനുക്ക് ഇന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല ചെല്ലത് ഫഇന്നൽ ജന്നത ഇയൽ മഅവാ, തീർച്ചയായിട്ടും ഖണ്ഡിതമായും സ്വർഗ അവന്റെ വാസസ്ഥലമായി തിക്കറ്, സ്വർഗ അവന്റെ വാസസ്ഥലമായി തിക്കറ്. അവന് സ്വർഗത്ത് കയറ്റിക്കറി എത്തിച്ചെല്ലത്. അപ്പൊ സഹോദരന്മാരെ സഹോദരിമാരെ, ഞങ്ങൾ ചിന്തിക്കൊണായിട്ടുള്ളതായ പേടിക്കൊണായിട്ടുള്ളതായ ഒരു വിഷയിച്ചിക്കരുത്. പരലോകത്തിൽ ഞങ്ങൾ വിജയിക്കണോ, ദുനിയാവുലല്ല. ഏത് സമയത്തും ഈ ദുനിയാവുരെ ജീവിതത്തിൽ നിന്ന്, ഈ ആലമു ദുന്യയിൽ നിന്ന്, ദുനിയാവുരെ ഈ ലോകത്തിൽ നിന്ന് എന്നെന്നുമുള്ളതായ പാരതീകമായിട്ടുള്ളതായ ലോകത്തുക്ക് യാത്ര തിരിക്കുന്നതായ ആൾമാരായി തിക്കറ നാനും നിങ്ങവും എല്ലാരും. അതിനെ ഞങ്ങൾ പേടിക്കണം. അവനായി തിക്കറ യഥാർത്ഥത്തിൽ മുഅ്മിൻ. അങ്ങനെ തിക്കറ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ, അതായി തിക്കറ അംബിയാക്കന്മാർ, റസൂലുമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, താബീങ്ങ, തബഉ താബീങ്ങ, ഞങ്ങളെ മുന്നിൽ കഴിഞ്ഞു പോയതായ സലഫു സ്വാലിഹീങ്ങ നേടിയെടുത്തത് ഈ ദുനിയാവുൽ അതായിച്ചിക്കറ് പരലോകത്തിലെ വിജയ. എത്ര ഗൗരവമായിട്ട് ചിന്തിക്കണം. ദുനിയാവ് സമ്പാദിക്കേണ്ട ചെന്തല്ല, ദുനിയാവുലു മുതൽ സമ്പാദിക്കേണ്ട ചെന്തല്ല ഇതിനർത്ഥ. പക്ഷേ പ്രാമുഖ്യത്തെ കൊടുക്കണായത് പരലോകത്ത് കഴിച്ചിക്കറ്.
അതയച്ചിക്കര് അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ 23-ാമത്തെ അധ്യായ സൂറത്ത് മുഅ്മിനൂനരെ 55 പിന്നെ ഉള്ള ആയത്ത് നിങ്ങൾ നോക്കൂ. അവിടെ അല്ലാഹു ഞങ്ങളെ സമ്പത്തിന്റെ വിഷയത്തില്, ഞങ്ങൾക്ക് തന്നതായ സമ്പത്തിന്റെ വിഷയത്തില്, ഞങ്ങൾക്ക് തന്നതായ മക്കളെ വിഷയത്തില് അല്ലാഹു തആല ചെൽറ പല ആൾമാരും വിവരിച്ചത് സമ്പത്ത് ചെല്ലത് നക്ക് വലിയ ഒരു നിഅമത്തായിത്തിക്കർ ചെന്തൈത്തിക്കർ. അതേപോലെ മക്ക ചെല്ലത് നന്റെ വലിയ ഒരു സ്വത്ത് ചെന്തൈത്തിക്കർ വിചാരിച്ചത്. പക്ഷേ അത് ആറ് കൈത്തിക്കർ നിഅമത്ത്, സമ്പത്തും മക്കവും ആറ് കൈത്തിക്കർ നിഅമത്ത്. അത് അല്ലാഹു തആല ചെൽറ ഇതേ അധ്യായത്തിൽ അല്ലാഹു തആല ചെല്ലത് നോക്കൂ. അയഹ്സബൂന അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീൻ. അല്ലാഹു ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. അയഹ്സബൂന അങ്ങ് ബിയരിക്கிறாரா, അങ്ങ് ബിയരിച്ചിരാറാ അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വബനീൻ. അങ്കുള്ളതായ സമ്പത്ത്, അങ്ക് കൊടുത്തതായ സമ്പത്ത് മുതല്, അതേപോലെ അങ്ങളെ മക്ക അതങ്ക് സഹായിച്ചെന്ത് ബിയരിച്ചിരാറാ. അങ്ങനെ ചില ആൾമാർ ബിയരിച്ചു പോയുള്ളാർ. അല്ലാഹു തആല ചെല്ലുന്നത് നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത് ബൽ ലാ യശ്ഉറൂൻ. നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത്, ഖൈർ കൊടുക്കുമ്പത്തുകു, ധാരാളമായിട്ട് ഖൈർ കൊടുക്കുമ്പത്തുകു ഞങ്ങൾ കൊടുത്തത് മാത്രമായി തിക്കറത്. സത്യത്തിൽ അതൊരു പരീക്ഷണമായി തിക്കറ്, സത്യത്തിൽ അതൊരു പരീക്ഷണമായി തിക്കറ്. ബല്ലാ യശ്ഉറൂൻ, അതങ്ക് പിടിയില്ല. അല്ലാഹു ഖുർആനില് എത്ര ജാഗലാഭിഷേചെന്ന വിശുദ്ധ ഖുർആനിലെ 8-ാമത്തെ അധ്യായ സൂറത്ത് അംഫാൽ അതിലെ 27 പിന്നെ ഉള്ള ആയത്തിനെ നോക്കൂ. അവിടെയും അല്ലാഹു ചെന്ന വിശ്വാസികളെ കുറിച്ച് തൈത്തികർ അല്ലാഹ് ചെല്ലുന്നത് അങ്കുള്ളതായ ബോധനൈത്തികർ. കാരണ സമ്പത്ത് കിട്ടുമ്പത്തുകു, അതേപോലെ മക്കളെ കൊണ്ടുത്തു അങ്ങനെ ഈമാൻ ദൗർബല്യപ്പെട്ടതായ വീക്കാവുടേതായ ചില സന്ദർഭമുണ്ട്. അതൊക്കെ ഖുർആൻ എച്ചരിക്ക തന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വസിച്ചതായ മുഅ്മിനീങ്ങളെ, ലാ തകൂനല്ലാഹ വറസൂല, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ വഞ്ചനാക്കിരണ്ട. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ വഞ്ചനാക്കിരണ്ട. വതകൂനു അമാനതികും വഅൻതും തഅലമൂൻ, നിങ്ങൾ പിടിയുന്നങ്ങായിട്ട്, ഗുന്തിന്നങ്ങായിട്ട്, അറിവുള്ളങ്ങായിട്ട് ഒരിക്കലും അമാനത്ത് നിങ്ങൾ വിശ്വസിച്ചിട്ട് ഏൽപ്പിച്ചതായ അമാനത്ത്, ആ അമാനത്തിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തിരണ്ട, അതിൽ നിങ്ങൾ വഞ്ചനാക്കിരണ്ട. ഇത്ര ഗൗരവമുള്ള വിഷയത്തിക്ക് ഉണ്ട്. അമാനത്തിനെ നഷ്ടപ്പെടുത്തിയതായ പേരുക മാത്രം മുസ്ലിം, നാമധാരി മുസ്ലിം മാത്രമായി ചിക്കറ് അമാനത്തിനെ കാത്തു സൂക്ഷിക്കുന്നത് മുഅ്മിനരെ ഏറ്റവും വലിയതായ ഗുണമായിട്ട് അല്ലാഹു തആല ചെന്നറ. വിശുദ്ധ ഖുർആൻ 23-ാമത്തെ അധ്യായ സൂറത്ത് മുഅ്മിനൂനരെ തുടക്കത്തിൽ അല്ലാഹു തആല അഭിഷേചൽറ. മുഅ്മിനീങ്ങൾക്ക്, സത്യവിശ്വാസിയായ ആൾമാർക്ക്, ആണാവട്ടെ പെണ്ണാവട്ടെ, അങ്ക് ഒരിക്കലും ഭൂഷണമായിട്ടുള്ളതായ കാര്യമല്ല അത്. അതുകൊണ്ട് നിങ്ങൾ അമാനത്തിൽ വഞ്ചന കാട്ടിരണ്ട. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ വഞ്ചനാക്കിരണ്ട. എന്നിട്ട് അല്ലാഹ് ചെല്ലുന്നത് നോക്കൂ. അതിലെ പിന്നത്തെ ആയത്ത് 8-ാമത്തെ അധ്യായ സൂറത്ത് അംഫാലിന്റെ 28-ാമത്തെ ആയത്ത്. എന്നിട്ട് അല്ലാഹ് ചെല്ലുന്നത് വഇലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം. വഇലമു, നിങ്ങൾ അറിഞ്ഞിട്ട് വേണു, നിങ്ങൾ അറിഞ്ഞിട്ടേ വേണു.
അള്ളാഹുരെ താക്കീത് ഐത്തിക്കർ നിങ്ങൾ അറിഞ്ഞിട്ടേ വേണു. അന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, തീർച്ചയായിട്ടും നിങ്ങളെ സമ്പത്ത്, നിങ്ങളെ മക്ക നിങ്ങൾക്കൊരു പരീക്ഷണമായിട്ടിക്കറ്, അതൊരു പരീക്ഷണമായിത്തര നിങ്ങക്ക്. വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അലീം, തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ പക്കല് വലിയ പ്രതിഫലമുണ്ട്. ആ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചിട്ടെങ്കിൽ, റബ്ബ് നിങ്ങൾക്ക് തന്നതായ സമ്പത്ത് കൊണ്ടുത്ത് നിങ്ങൾ വിജയിച്ചിട്ടെങ്കിൽ, അള്ളാഹു ഞങ്ങൾക്ക് തന്ന പരീക്ഷണമായി തിക്കറ്, ഞങ്ങളെ പരീക്ഷിക്കൊക്കെ വേനായിട്ട് എത്തിക്കറ്. റബ്ബ് ഞങ്ങൾക്ക് തന്നത് സമ്പത്ത്, അതിൽ ഞങ്ങൾ വിജയിച്ചിട്ടെങ്കിൽ, അതേപോലെ ഞങ്ങളെ മക്കളെ കൊണ്ടുത്ത് ഞങ്ങൾ വിജയിച്ചിട്ടെങ്കിൽ, അല്ലാഹു തആല ചെല്ലുന്നത് വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അദീം, അല്ലാഹുവിന്റെ പക്കല് വലിയ പ്രതിഫലമായി തിക്കറ് അല്ലാഹു തആല ഞങ്ങൾക്ക് കൊടുക്കരുത്. അതായിത്തിക്കറ് സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിലും നെനപ്പാക്കി തിത്തണ്ടത്. എന്തായിത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു തആല തന്നതായ സമ്പത്ത് മക്ക അങ്ങ് ഒരിക്കലും വിയരിച്ചു പോയിരണ്ട. ഇത് ഞങ്ങൾക്ക് എൽപ്പായിത്തിക്കറ്. ആരെ കുറിച്ചിട്ട്? അല്ലാഹുരെ പേടിയില്ലാതെ പരലോകത്തിനെ മറന്നിട്ട് അതിർ കവിഞ്ഞിട്ട് ജീവിക്കുന്നതായ ആൾമാർ അങ്ങ് വിയരിച്ചു പോയിരണ്ട. ഇത് ഞങ്ങൾക്ക് ഉപകരിക്കും, ഇത് ഞങ്ങൾക്ക് സഹായത്തെക്കുറിച്ച് അങ്ങ് വിയരിക്കണ്ട. അത് അങ്ങ് പിടിയില്ല. ഞങ്ങൾ നന്മ കൊടുക്കുമ്പോഴത്തേക്ക് കൊടുത്തതായ നന്മ മാത്രമായി ചിക്കറ്. എന്നിട്ട് അല്ലാഹു തആല ചിലർ വിഷയം നോക്കോർ. 23-ാമത്തെ അധ്യായ സൂറത്ത് മുഅ്മിനൂനരെ 57 പിന്നുള്ള ആയത്ത്, അവിടെ ഇച്ചിക്കറ് ഞങ്ങൾ മനസ്സിലാക്കണത് ആർക്ക്? എല്ലാവർക്കുമല്ല, അല്ലാഹുരെ പേടിക്കുന്നതായ ആൾമാർ, പരലോകത്തിനെ നെനപ്പാക്കിത്ത് ജീവിക്കുന്ന ആൾമാർ. ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ, നിശ്ചയമായിട്ടും അല്ലാഹുരെ പേടിച്ചിട്ട്, പരലോകത്തിനെ പേടിച്ചിട്ട്, അല്ലാഹുരെ ഹിസാബിനെ പേടിച്ചിട്ട് ജീവിക്കുന്നതായ ആൾമാരെ വിട്ടുത്തു. അങ്കല്ല, അങ്ക് നേമത്തായി തിക്കറ്. നാളെ പരലോകത്തിൽ അങ്ങളെ ദർജ ഉയരകുള്ള മാർഗമായി തിക്കറ്. അതേപോലെ വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ, അല്ലാഹുവിന്റെ ആയത്തിൽ വിശ്വാസം ഇട്ടതായ, പടച്ച റബ്ബിന്റെ ദൃഷ്ടാന്തത്തിൽ വിശ്വാസം ഇട്ടതായ മുഅ്മിനീങ്ങളെ വിട്ടുത്തു. അതേപോലെ വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ, അല്ലാഹുക്ക് ഒന്നിനെയും പാർട്ട്ണറാക്കാത്തതായ, ശിർക്കാക്കാത്തതായ, ഭാഗിദാരിയാക്കാത്തതായ, മധ്യവർത്തിയാക്കാത്തതായ, അല്ലാഹുരെ റുബൂബിയത്തിലാവട്ടെ, ഉലൂഹിയത്തിലാവട്ടെ, അല്ലാഹുരെ അസ്മാ സിഫാത്തിലാവട്ടെ, ഒന്നിലും അല്ലാഹുക്ക് ഭാഗിദാറാക്കാത്തതായ, പാർട്ട്ണറാക്കാത്തതായ, ശിർക്കാക്കാത്തതായ ആൾമാർക്ക് അങ്ങളെ സമ്പത്ത് നേമത്തായി തിക്കർ. അല്ലാഹു അങ്ക് കൊടുത്തതായ മക്ക അത് നേമത്തായി തിക്കർ. ആ മക്കളെ നല്ല നിലയ്ക്ക് ഇസ്ലാമിനെ തർബിയത്ത് കൊടുത്തിട്ട് ബൽച്ചെങ്കില് അല്ലാഹു തആല ചെല്ലത് തിക്കർ. ശിർക്ക് ചെല്ലത് ഘോരമായിട്ടുള്ള അപരാധമായി തിക്കർ, വൻ പാപമായി തിക്കർ. അല്ലാഹു അല്ലാത്ത ഏത് മഖ്ലൂക്കും അങ്ങളെ വിളിച്ചിട്ട് തേടിയെങ്കിൽ, പ്രാർത്ഥിച്ചെങ്കിൽ, മധ്യവർത്തിയാക്കിയെങ്കിൽ, നേർച്ച ബലിദാനാക്കിയെങ്കിൽ ശിർക്കായി തിക്കർ, ശിർക്കുൽ അക്ബറായി തിക്കർ. വിശുദ്ധ ഖുർആൻ ചെമ്മ ജാഗല വിഷയത്തിൽ എച്ചരിക്ക തന്നരേ. കാരണം അത് അല്ലാഹുക്ക് മാത്രം സീമിതമായിട്ടുള്ളതായി തിക്കർ. അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ പ്രാർത്ഥന അതായി തിക്കർ ഇബാദത്ത്. പ്രാർത്ഥന ഇബാദത്ത് തിക്കർ. ഞങ്ങൾ അല്ലാഹുക്ക് 5 വഖത്ത് നിസ്കരിക്കറ. ഫർള് നിസ്കാരത്തിനെയും സുന്നത്ത് നിസ്കാരത്തിനെയും മുന്നിലുള്ളതായ റവാത്തിബ് നിസ്കാര, സുന്നത്ത് നിസ്കാര നിസ്കരിക്കറ. തഹജ്ജുദ് നിസ്കാര നിസ്കരിക്കറ. ളുഹാ നിസ്കരിക്കുന്നതായ ആൾമാരുള്ളാർ, തഹിയ്യത്ത് നിസ്കരിക്കുന്ന ആൾമാരുള്ളാർ.
ഇത് ഇബാദത്ത് ಐತಿಕರ್. ಈ ಇಬಾದತ್ ಅಲ್ಲಾಹುಗೆ ಎತ್ತುಪಾಟಗೋ ಎಡಲೊರು ಮಧ್ಯವರ್ತಿ ಉಂಡಾ? ಆರೆಂಗಿലും ಆಕ್ರಾರ ನನ್ನ ನಿಸ್ಕಾರ ಪಡಚೋನಿಗೆ ಎತ್ತುಪಾಟಗೋ ഒരു മധ്യവർത്തി, ജക്കാത്ത് അല്ലാഹുಗೆ എത്തുപാട്ടുക ഒരു മധ്യവർത്തി, നോമ്പ് അല്ലാഹുಗೆ എത്തുപാട്ടുക ഒരു മധ്യവർത്തി, ഇസ്ലാം ഒരു അനുഷ്ഠാന കർമ്മ അല്ലാഹുಗೆ എത്തുപാട്ടുക ഒരു മധ്യവർത്തി ഇല്ല. പിന്നെ എന്തുകൊണ്ട് തൈത്തിക്കര് ദുആക്ക് മാത്രം ഒരു മധ്യവർത്തി ഇല്ല? സഹോദരന്മാരെ സഹോദരിമാരെ, ദുആ ഇബാദത്ത് തൈത്തിക്കര്, ആ ഇബാദത്ത് അല്ലാഹുക്ക് മാത്ര. അങ്ങനെ കുറിച്ച് തൈത്തിക്കര് അല്ലാഹു ചെന്നത് വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രിഖൂൻ, ഒന്നിലും അല്ലാഹുക്ക് പാർട്ട്ണറാക്കാത്തതായ ആൾമാർ, ശിർക്കാക്കാത്തതായ ആൾമാർ, അങ്ക് അങ്ങനെ സമ്പത്ത് നിഅമത്ത് തൈത്തിക്കര്. അല്ലാഹു തആല ചൊല്ലുന്നത് വല്ലദീന യുഅതൂന മാ അതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. അല്ലാഹു ചെന്ന നോക്കൂ, നിങ്ങൾ എത്രത്തോളം ചെന്നെങ്കിൽ വല്ലദീന, ആ വിഭാഗ ആൾമാർ, മുഅ്മിനീങ്ങളായ ആൾമാർ, യുഅതൂന മാ അതൗ, അങ്ങ് അല്ലാഹുവിന്റെ മാർഗത്തിക്ക് അല്ലാഹു കൊടുത്തതിരെ കൊടുക്കുമ്പോ, പള്ളികാവട്ടെ മദ്രസത്താവട്ടെ പാവപ്പെട്ട ആൾമാർക്കാവട്ടെ, അല്ലാഹു കൊടുത്തതായ സമ്പത്തിരെ അല്ലാഹുവിന്റെ മാർഗത്തിക്ക് ചെലവാക്കുമ്പോ കൊടുക്കുമ്പോ വഖുലൂബുഹും വജിലത്തുൻ, അങ്ങനെ ഹൃദയം വിറച്ചു പോവും, പേടിച്ചിട്ട്, അല്ലാഹുവിനെ പേടിച്ചിട്ട്. അല്ലാഹു ഇത് സ്വീകരിക്കുവാനാ, അല്ലാഹു ഇത് കബൂലാക്കുവാനാ, നാളെ പരലോകത്തേക്ക് എത്തുമ്പോഴത്തേക്ക് ഇത് നിഷ്ഫലമായിട്ട് തീരുവാ. ഇത് സ്വീകരിച്ചില്ലെങ്കിൽ തന്റെ സമ്പത്ത് കൊടുത്ത് എന്ത് ലാഭമായി ചിക്കറുന്നാണ് നേടിയത്? അല്ലാഹുവിന്റെ മാർഗത്തേക്ക് ചെലവാക്കുമ്പോഴത്തേക്ക് പോലും ഖുർആൻ ചെന്നത് വജിലത്ത് ഖുലൂബുഹും, അങ്ങനെ ഹൃദയം വിറച്ചു പോവും. വഖുലൂബുഹും വജിലത്തുൻ, അങ്ങനെ ഹൃദയം വിറച്ചു പോവും. എന്തേ വിറക്കുള്ള കാരണ? അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, നക്ക് മരിച്ചിട്ട് റബ്ബുടെ മുട്ട മടങ്ങിത്ത് പോകുണ്ടല്ലേ, അല്ലാഹുവിന്റെ മുട്ടനക്ക് മടങ്ങിത്ത് പോകുണ്ടല്ലേ, പരലോകം ഉണ്ടല്ലേ. ആ പരലോകത്തിൽ ഇതിനൊക്കെ ഉപകാരപ്പെടുക ചെല്ലതായ ഭയഭീതി അയച്ചിക്കർ. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, അങ്ങായി തിക്രാറ് നന്മ കൊണ്ട് ഖൈറാത്ത് കൊണ്ടുത്ത് മുങ്കടന്നതായ ആൾമാർ, വഹും ലഹാ സാബിഖൂൻ, അങ്ങ് മുങ്കടന്ന ആൾമാരെ തിക്രാർ, സ്വർഗത്തുക്ക് ಬೇಗ എത്തിയതായ ആൾമാരെ തിക്രാർ. നോക്കൂ സഹോദരന്മാരെ, ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളെ ഈമാൻ ഞങ്ങമേ ಸಂತ ಒಂದು ಆತ್ಮ ಅವಲೋಕನ ಹಾಕಿತ್ತು ನೋಕಿയെങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനുകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ചര്യ അനുസരിച്ചിട്ട് ഞങ്ങൾ ഉള്ളാമ ഇല്ല ചെല്ലറതൈച്ചിക്കര് ഞങ്ങൾ ഒന്ന് ആത്മ അവലോകന ആക്കണായത്. അങ്ങനെ ആത്മ അവലോകന ആക്കിയതായ ആൽമാരൈച്ചിക്കർ അംബിയാക്കന്മാർ, സ്വഹാബത്ത്, താബീങ്ങ, ഞങ്ങളെ മുന്നിൽ കഴിഞ്ഞുപോയ സലഫു സ്വാലിഹീങ്ങ അങ്ങ് വിജയിച്ചാർ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധ സഹോദരന്മാരെ സഹോദരിമാരെ, ഈ ദുനിയാവുരെ ജീവിതം താത്കാലികമായി തിക്ര സഹോദരന്മാരെ, ഏത് സമയത്തും ഈ ദുനിയാവിൽ നിന്ന് എന്നെന്നുമുള്ളതായ ശാശ്വതമായിട്ടുള്ള ജീവിതത്തിക്ക് പ്രവേശിക്കുന്ന ആൾമാരായിത്തിക്ര നാനും നിങ്ങവും. എത്ര ദൈനംദിനമായിട്ടുള്ള മരണവാർത്ത, പെട്ടെന്നുള്ളതായ മരണവാർത്ത ഞങ്ങൾ കേട്ടോണ്ടുള്ള, ഇത് ഞങ്ങളെ മരണത്തിന് നെനപ്പാക്കുള്ളതായ ഏറ്റവും വലിയതായ മാർഗമായി ചിക്കറ്. ഞങ്ങളെ മരണത്തിന് നെനപ്പാക്കുള്ളതായ മാർഗമായി ചിക്കറ്. മൗത്ത് എത്ര സ്പീഡായി ചിക്കറ്, മൗത്തിനെത്ര മരണത്തിന് സ്പീഡ് ഉള്ളതായ വേറെ ഒന്നും ഇല്ല സഹോദരന്മാരെ. എത്രത്തോളം ചെന്നെങ്കില് ഞങ്ങ ഇട്ടതായ ഷർട്ട്,
ഞങ്ങ ഇട്ടതായ കമീസ്, ഞങ്ങ ഇട്ടതായ പാൻറ്, ഞങ്ങ ധരിച്ചതായ ഞങ്ങളെ വസ്ത്ര അതിരെ ഒരു ഗുಬ್ಬി പോലും എടുക്കുള്ളതായ സന്ദർഭവും സമയവും കിട്ടാത്തതായി ചിക്കർ മരണ. നിങ്ങൾ നോക്കിച്ചില്ലേ, ഞങ്ങൾ നോക്കിച്ചില്ലേ എത്ര മയ്യത്തിരെ ധരിക്കുമ്പത്തുകു മരിക്കുമ്പത്തുകു ഇട്ടതായ വസ്ത്രത്തിരെ ആറായിച്ചിക്കർ എടുക്കരുത്, അതിന് ഗുಬ್ಬി ആറായിച്ചിക്കർ എടുക്കരുത്. ഇനി എടുക്കുകയാവാത്തത് കത്തരിക കൊണ്ടുത്ത് പറിച്ചിട്ടെടുക്കരുത് ആറായിച്ചിക്കർ. ഒന്നുകും സമയ കിട്ടലേ ഞങ്ങൾ ബിയരിക്കുക. ഇപ്പൊ നക്ക് എങ്കയിച്ചിക്കർ ഇനി ചെമ്മ കാലാവകാശനക്കൊണ്ടു ഇനി പല സന്ദർഭം എൻ്റെ ജീവിതത്തിൽ കളിയോ കൊണ്ട് ചെന്തുള്ളതായ ഭാവന ഉണ്ടുണ്ടെങ്കിൽ അതൊരു മൂർഖത്തനമല്ലാതെ വേറെ എന്തുമില്ലേ. ഏത് സമയത്തും അല്ലാഹു റബ്ബിലിക്ക് ഞങ്ങൾ ഉത്തര കൊടുക്കണം. ആ മരിച്ചിട്ട് പോകുമ്പോൾ ഞങ്ങൾ എന്തായിത്തിക്കറ് സമ്പാദിക്കരുത്. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ ചെല്ലുന്നത് ഇഗ്സിലു അർബഅ ബി അർബ, 4 കാര്യം കൊണ്ടുത്ത് 4 കാര്യത്തിന് നീ കൽകിത്തെടുക്കണോ. ഏത് സമയത്തും നിനക്ക് മൗത്ത് ബന്തെത്തും. ഇഗ്സിലു ഉജൂഅക്കും ബിദുമൂഇൻ നദ്മി, നിന്റെ മുഖത്തിരെ നീ കൽകണു. ഇഗ്സിലു ഉജൂഅക്കും, നിന്റെ മുഖത്തിരെ നീ കൽകണു. എങ്ങനെ? ബിദുമൂഇൻ നദ്മി, അല്ലാഹുരൊട്ടിಗೆ തൗബ ആക്കിട്ട് പശ്ചാത്താപാക്കിട്ട് പേടിച്ചിട്ട് ബുൽപുട്ടിത്തു ആ കണ്ണിൽ നിന്ന് വന്നതായ നിന്റെ കണ്ണീര് അത് രക്തത്തിക്ക് സമമായി തിക്കറ്, ചോര തുള്ളിക്ക് സമമായി തിക്കറ്. അത്ര പ്രാധാന്യം അത് കൊണ്ടു. അതുകൊണ്ട് നിന്റെ മുഖത്തില് ബിദുമൂഇൻ നദ്മി, ഖേദത്തിന്റെ കണ്ണീര് കൊണ്ടുത്ത് ചോര കൊണ്ടുത്ത് നിന്റെ മുഖത്തില് നീ കൽകണു. വഗ്സിലു അൽസിനത്തക്കും, അതേപോലെ നിങ്ങളെ നാവുരെ നിങ്ങൾ കൽകണു. ബിദിഖിരി ഖാലിഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചിട്ട് പരിപാലിക്കുന്നതായ ഖാലിഖായ റബ്ബുരെ സ്മരിക്കൽ കൊണ്ടുത്തു. വഗ്സിലു ദുനൂബക്കും ബിത്തൗബ, തൗബ കൊണ്ടുത്തു നിങ്ങളെ ദോഷത്തിരെ പാപത്തിരെ നിങ്ങൾ കൽകണു. വഗ്സിലു ഖുലൂബക്കും ബിഖശിയത്തില്ലാഹ്, അല്ലാഹുരെ പേടിക്കൽ കൊണ്ടുത്തു നിങ്ങളെ ഹൃദയത്തിരെ നിങ്ങൾ കൽകണു. അല്ലാഹുരെ പേടിക്കണു. ഹൃദയത്തിൽ അല്ലാഹുരെ പേടി വന്നെങ്കിൽ മാത്രമായി തിക്കറ് യഥാർത്ഥത്തിൽ അല്ലാഹുരെ പേടിക്കുന്നതായ ആ വിശ്വാസികളായിട്ടുള്ളതായ ആ വിശ്വാസിനികളായിട്ടുള്ളതായ ആൾമാരെ കൂട്ടത്തിൽ ഞങ്ങൾ പെട്ടത്. അതുകൊണ്ട് അത് പേടിക്കണായ വിശേഷിക്കറ് പരലോകമായി തിക്കറ്. വല്ലാഹിറത്തു ഖൈറും വഅബ്ഖ, പരലോകമായി തിക്കറ് ഏറ്റവും ഉത്തമമായത്, ഏറ്റവും ശാശ്വതമായിട്ട് ബാക്കിയാവുന്നതും അതായി തിക്കറ്. അള്ളാഹു ഖുർആനിൽ ചെന്ന ആ പരലോകത്തുള്ള യാത്ര ഏത് സമയത്തും ഞങ്ങൾ യാത്ര തിരിക്കണോ. അതുക്കുള്ള തയ്യാർ ഞങ്ങളൊട്ടിಗೆ വേണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മരിക്കുന്നതായ സന്ദർഭത്തിൽ ഈമാനോട് കൂടി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചിട്ട് യഥാർത്ഥ മുഅ്മിനായ നിലക്ക് അള്ളാഹു ഞങ്ങളെ മരിപ്പാട്ടട്ടെ. സ്വർഗത്തിലെ ശുഭവാർത്ത കിട്ടിത്ത് മരിക്കുള്ള ഭാഗ്യ റബ്ബു ഞങ്ങൾക്ക് തരട്ടെ. ചെമ്മ ആൾമാർ ദുആ കൊണ്ട് ഏൽപ്പിച്ചിരാറ്. ഒരു സ്റ്റുഡൻറ്റ്, ഒരു സഹോദരരെ മോണു ക്യാൻസറായിട്ട് ഭാര്യ ബേജാറിൽ ദുഃഖത്തിലേച്ചിക്കിറങ്ങ ഉള്ളത്. അള്ളാഹു ആ സഹോദരക്ക് പരിപൂർണമായിട്ടുള്ള ആജിലായ ശിഫ അള്ളാഹു കൊടുക്കട്ടെ. എത്രയും വേഗം അള്ളാഹു അവൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ടിട്ട് അള്ളാഹു ശിഫ കൊടുക്കട്ടെ. എല്ലാ ബുദ്ധിമുട്ടിൽ നിന്ന് മസക്കത്തിൽ നിന്ന് റബ്ബ് ഞങ്ങളെ കാത്ത് സലാമത്താക്കട്ടെ. അള്ളാഹു അത്തരത്തിലുള്ളതായ രോഗത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ സഹോദര സഹോദരിമാരെയും പടച്ച റബ്ബ് കാത്ത് സലാമത്താക്കട്ടെ. പെട്ടെന്നുള്ളതായ അപകടത്തിൽ നിന്ന് റബ്ബ് ഞങ്ങളെ കാത്ത് സലാമത്താക്കട്ടെ. എല്ലാ ആഫാത്ത് മുസീബത്തിൽ നിന്ന് റബ്ബ് ഞങ്ങളെ കാത്ത് സലാമത്താക്കട്ടെ. ജീവിക്കുന്നതായ കാലത്തോളം ദീനിൽ അടിയുറച്ചിട്ട് ഇസ്തിഖാമത്തിൽ നിലനിൽക്കുന്നതായ സൗഭാഗ്യമുള്ള ആൾമാരെ കൂട്ടത്തിൽ പടച്ച റബ്ബ് ഞങ്ങളെ ഉൾപ്പെടുത്തിട്ട് അനുഗ്രഹിക്കട്ടെ. മുഅ്മിനായ നിലക്ക് സ്വർഗത്തിലെ ശുഭവാർത്ത കിട്ടിത്ത് മരിക്കുള്ള ഭാഗ്യ റബ്ബ് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ധാരാളമായിട്ടുള്ള സഹോദര സഹോദരിമാരുള്ളാർ. ഇണ്ടൊരു സഹോദര പെട്ടെന്ന് ഹെട്ടക്കായിട്ട് മരണപ്പെട്ടിട്ട്
അതേപോലെ പിന്നെ ഒരു സഹോദരൻ്റെ ഉമ്മ മരണപ്പെട്ട് ദുആരൊക്കെ കൊണ്ട് ഏൽപ്പിച്ചിരാർ. അല്ലാഹുവേ അങ്ക് നീന് ഖൈറ് കൊടു റബ്ബേ, ഞങ്ങളെ ബർസഖിയായ ജീവനം നീന് സന്തോഷത്തിലാക്ക് റബ്ബേ, ഞങ്ങളെ ആഖിറ നീ ബെൽച്ചാക്കി കൊടു റബ്ബേ. ഞങ്ങളെയും ഞങ്ങൾ നിന്ന് മരണപ്പെട്ട ഞങ്ങളെല്ലാ സഹോദര സഹോദരിമാരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിക്കുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കല്ല. ഞങ്ങളെ മക്കൾക്ക് നീ സ്വാലിഹായ ഇൽമ കൊടു റബ്ബേ. മുസ്ലിമീങ്ങൾക്ക് നീ ശാന്തിയും സമാധാനത്തിനെ കൊടു റബ്ബേ. ഇസ്ലാമിലെ ശത്രുക്കളത്തുള്ളതായ ആൽമാരെ കുതന്ത്രത്തിൽ നിന്ന് തന്ത്രത്തിൽ നിന്ന് പരാജയപ്പെടുത്തി റബ്ബേ. അതേപോലെ പാവപ്പെട്ടതായ നിരപരാധികളായിട്ടുള്ളതായ എത്രമാ സഹോദരന്മാർ ഇണ്ട് ജയിലിൽ ജീവനായിക്കൊണ്ടുള്ള റബ്ബേ. അങ്ങനെ നിരപരാധിത്വ കൊണ്ടുത്ത് അല്ലാഹുവേ നീന് ഖൈറ് കൊടു റബ്ബേ, നീ വിജയ കൊടു റബ്ബേ. ശത്രുക്കൾക്കുള്ളതായ തന്ത്രത്തിന് നീ പരാജയപ്പെടുത്തി റബ്ബേ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم دمرهم يا قهار واهلكهم يا جبار اللهم انصر جيوش المسلمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات والحمد لله رب العالمين.